വിശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ ശാലിനിയെ തടഞ്ഞു നിർത്തിയിരിക്കുകയാണ് സുസ്മിത. സുസ്മിത ഭാമയോട് പറയുകയാണ്, ആൻറ്റി കള്ളക്കഥയൊന്നും വിശ്വസിക്കരുത്. ആൻറ്റി അറിയാതെ ആൻറ്റിയുടെ കാൽച്ചുവട്ടിലെ മണ്ണ് ഇളക്കിക്കൊണ്ട് പോയവളാണ് ഇവള്. ഇപ്പോൾ ഇവളെ അകത്ത് കയറാനായിട്ട് അനുവദിച്ചാൽ ഇവളുടെ വീടിന്റെ ആധാരവുമായിട്ട് ഇവളങ്ങ് സ്ഥലം വിടും. പിന്നീട് രണ്ടും പോയി എന്ന് കൂട്ടിയാൽ മതി. ഇനിയും ആ വീട്ടില് കല്യാണമൊക്കെ നടക്കാനുണ്ടല്ലോ എന്നൊക്കെ പറയുകയാണ് സുസ്മിത. അന്നേരം സുസ്മിതയെന്ന് ദേഷ്യപ്പെട്ട് വിളിക്കുകയാണ് ശാലിനി. പിന്നീട് തൊഴുത് സത്യഭാമയോട് പറയുകയാണ്, സത്യാമ്മേ പ്ലീസ്. ശാലിനിയുടെ നിസ്സഹായ അവസ്ഥ കണ്ട് ഭാമയെന്ന് രാഘവൻ നായർ വിളിക്കുമ്പോൾ സത്യഭാമ പറയുകയാണ്, സോറി രാഘവേട്ട, ഈ വിഷയത്തിൽ രാഘവേട്ടൻ ഇടപെടരുത്. എനിക്കത് കേൾക്കാതിരിക്കേണ്ടി വരും. എന്നിട്ട് ശാലിനിയോട് പറയുകയാണ്, സത്യഭാമയുടെ തീരുമാനത്തിന് ഒരു മാറ്റവുമില്ല. വീണ്ടും ഭാമ തൻ്റെ തീരുമാനം പറയുകയാണ്, നീ ഇനി ഈ പടി കിടക്കുന്നത് എൻ്റെ വീടിൻ്റെ ആധാരവുമായി മാത്രം. കൂടുതൽ സമയം നിൽക്കണമെന്നില്ല, കടന്നു പോകാൻ പുറത്ത് നിനക്ക് എന്ന് പറഞ്ഞ് പുറത്തേക്ക് കൈ ചൂണ്ടുകയാണ് ഭാമ. വീണ്ടും സത്യാമ്മയെന്നൊക്കെ ശാലിനി വിളിക്കാൻ തുടങ്ങുമ്പോൾ സുസ്മിത പറയുകയാണ്, ആൻറ്റി പറഞ്ഞത് നീ കേട്ടില്ലേ? നീ ഇറങ്ങി പോകുന്നോ അതോ ഞാൻ കഴുത്തിന് പിടിച്ച് പുറത്താക്കണോ? അന്നേരം ആകെ കണ്ണ് നിറഞ്ഞു നിൽക്കുകയാണ് ശാലിനി. പ്രതീക്ഷയോടുകൂടി പ്രീതിയെ നോക്കുകയാണ് അന്നേരം ശാലിനി. പക്ഷെ പ്രീതിക്കും രാഘവൻ നായർക്കും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അതിനുശേഷം ശാലിനി പടിക്ക് പുറത്തേക്ക് ഇറങ്ങുകയാണ്. കരഞ്ഞുകൊണ്ട് സത്യഭാമയുടെ വീട്ടിൽ നിന്നും ഇറങ്ങുമ്പോഴും അന്നേരം വിജയലക്ഷ്മി പന്തലിൽ വെച്ച് പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് ശാലിനിയുടെ മനസ്സിൽ കിടന്നോടുന്നത്. വീടിന്റെ മുറ്റത്ത് നിന്ന് ശാലിനി അതൊക്കെ ഓർത്തു നിൽക്കുമ്പോഴേക്കും വണ്ടിയിൽ അവിടേക്ക് എത്തുകയാണ് വിഷ്ണു. വണ്ടിയിൽ നിന്നിറങ്ങുന്ന വിഷ്ണു ശാലിനിയോട് ചോദിക്കുകയാണ്, എന്താ ശാലിനി, വീടിന്റെ ആധാരം കിട്ടിയില്ലേ? അന്നേരം സുസ്മിത പറയുകയാണ്, വിഷ്ണു ഏട്ടാ, ഈ വീടിന്റെ ആധാരം തിരികെ കൊണ്ടുവന്നിട്ട് മതി ശാലിനി ഈ വീട്ടിലേക്ക് കയറുന്നതെന്ന് ഭാമാൻറ്റി പറഞ്ഞു. അത് ഭാമാൻറ്റിയുടെ വാക്കാണ്, അതാരും തിരുത്താൻ നോക്കണ്ടെന്ന് സുസ്മിത പറയുന്നു. അത് കേട്ട് ദേഷ്യപ്പെട്ട് വിഷ്ണു ചോദിക്കുകയാണ്, അതിന് നീ ആരാടി ഇതിലൊക്കെ ഇടപെടാൻ? അന്നേരം മുന്നോട്ട് നിന്ന് ഭാമ പറയുകയാണ്, അത് തന്നെയാണ് വിഷ്ണു എൻ്റെയും തീരുമാനം. കള്ളം ചെയ്തവർക്ക് കൂട്ടു നിൽക്കണ്ടെന്ന് വിഷ്ണുവിനോട് പറയുന്നു ഭാമ. അമ്മയുടെ ആ തീരുമാനത്തിൽ സങ്കടപ്പെട്ട് വിഷ്ണു ശാലിനിയെ നോക്കുമ്പോൾ വിഷ്ണുവിന് നേരെ കൈ ചൂണ്ടി ശാലിനി ചോദിക്കുകയാണ്, നിങ്ങളല്ലേ ആധാരം മാറ്റിവെച്ചത്? കരഞ്ഞ് അലറി വിളിച്ച് ശാലിനി പറയുകയാണ്, ഇനി എൻ്റെ ശാരികേച്ചിയുടെ കല്യാണം നടക്കാനായിട്ട് ഒരു വഴി പറഞ്ഞതാ. ഞാനല്ല എന്ന് വിഷ്ണു പറയുമ്പോൾ വീണ്ടും കൈ ചൂണ്ടി ശാലിനി പറയുകയാണ്, നോക്ക്, ഒരേ 1 മണിക്കൂർ അതേ ഉള്ളൂ സമയം. അതിനുള്ളിൽ എനിക്ക് ഈ വീട്ടിൽ കിടന്ന് ആധാരം എടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എൻ്റെ ശാരികേച്ചിയുടെ ജീവിതം എന്ന് പറഞ്ഞ് കരയുകയാണ് ശാലിനി. ശാലിനി വിഷമിക്കണ്ട, ശാരികയുടെ കല്യാണം മുടങ്ങില്ല എന്ന് പറഞ്ഞിട്ട് ഭാമയുടെ അടുത്തേക്ക് വരികയാണ് വിഷ്ണു. സത്യഭാമയും സുസ്മിതയും ഒക്കെ നോക്കിയിട്ട് അകത്തെ റൂമിലേക്ക് പോവുകയാണ് വിഷ്ണു. ആ പോക്ക് കണ്ട് സുസ്മിത കരുതുകയാണ്, പെട്ടെന്ന് അങ്ങോട്ട് കയറി ചെല്ല്, അവിടെ പുഴുങ്ങി വെച്ചിട്ടുണ്ട് ആധാരം. ശാരികയുടെ കല്യാണം നടക്കുന്നത് എനിക്കൊന്ന് കാണണം എന്നൊക്കെ പറഞ്ഞ് ആലോചിച്ച് ചിരിച്ചങ്ങനെ നിൽക്കുകയാണ് സുസ്മിത. അതേസമയം പുറത്ത് മുറ്റത്ത് നിൽക്കുന്ന ശാലിനിയെ ദേഷ്യത്തോടു കൂടി നോക്കി നിൽക്കുകയാണ് ഭാമ. തുടർന്ന് കാണിക്കുന്നത് ശാരികയുടെ കല്യാണപ്പന്തലാണ്. അവിടെ വിഷമിച്ചിരിക്കുകയാണ് ശാരിക. ഓരോരുത്തരും ഓരോ സ്ഥലത്തായി വിഷമിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടക്കുന്നു. അമ്മാവ സമാധാനമായിട്ടിരിക്കുന്ന രാജീവ് കൃഷ്ണൻകുട്ടിയോട് പറയുമ്പോൾ പോടാന്ന് പറയുകയാണ് കൃഷ്ണൻകുട്ടി. അതിനുശേഷം ശാരദാമ്മയെ നോക്കി വിജയലക്ഷ്മി പറയുകയാണ്, സമയം കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്, വിജയലക്ഷ്മിയുടെ തീരുമാനത്തിന് ഒരു മാറ്റവും ഇല്ല. അതേസമയം റൂമിലെത്തിയ വിഷ്ണു അലമാരിയിരുന്ന് കുറച്ച് ക്യാഷൊക്കെ എടുത്ത് പുറത്തേക്ക് വരികയാണ്. അന്നേരം ഭാമ പറയുകയാണ്, നിൽക്കവിടെ. അമ്മയെന്ന് വിഷ്ണു വിളിക്കുമ്പോൾ സുസ്മിത പറയുകയാണ്, ആൻറ്റി പറഞ്ഞത് വിഷ്ണു ഏട്ടന് മനസ്സിലായില്ലേ? ഇതിപ്പോൾ ആൻറ്റിയെ കളിയാക്കുന്നതിന് തുല്യമാണ്. അന്നേരം ദേഷ്യം കടിച്ചമർത്തി വിഷ്ണു പറയുകയാണ്, സുസ്മിതേ വേണ്ട, പിടിവിട്ട് നിൽക്കുകയാണ് ഞാൻ എന്ന് പറഞ്ഞ് മുന്നോട്ട് നടക്കാൻ വിഷ്ണു തുടങ്ങുമ്പോൾ വീണ്ടും ഭാമ പറയുകയാണ്, നിൽക്കവിടെ. അവൾ സംസാരിക്കുന്നത് എനിക്ക് വേണ്ടിയാണ്. എൻ്റെ മക്കളേക്കാൾ കൂടുതൽ ഈ സുസ്മിത ഇപ്പോൾ എന്നെ മനസ്സിലാക്കുന്നുണ്ട്. സുസ്മിതയുടെ ആ സന്തോഷം കണ്ട് പ്രീതി പറയുകയാണ്, സുസ്മിത സംസാരിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്ന് അമ്മയ്ക്ക് എപ്പോഴെങ്കിലും മനസ്സിലാകും. ഇതൊക്കെ കണ്ടു നിൽക്കുന്ന രാഘവൻ നായർ പറയുകയാണ്, ഫാമേ, പാവമല്ലേ ആ പെൺകുട്ടി, അതിൻ്റെ ചേച്ചിയുടെ കല്യാണം നടക്കട്ടെ. നമ്മുടെ പ്രീതിയെ പോലെയുള്ള ഒരു കുട്ടിയുമല്ലേ അത്. നന്മയുള്ളവളാണ് എൻ്റെ ഫാമ എന്നാണ് എൻ്റെ വിശ്വാസം. ഒരു പെൺകുട്ടിയുടെയും മംഗല്യഭാഗ്യം നീ നിഷേധിക്കരുത്. അതൊക്കെ കേട്ട് പ്രതീക്ഷയോടുകൂടി പുറത്തു നിൽക്കുകയാണ് ശാലിനി. അന്നേരം ഭാമ പറയുകയാണ്, ഞാൻ ആരുടെയും മംഗല്യഭാഗം നിഷേധിക്കുന്നില്ല രാഘവേട്ട. അവളുടെ ചേച്ചിയുടെ കല്യാണം നടന്നോട്ടെ, പക്ഷേ അത് ഈ വീടിൻ്റെ ആധാരം പണയം വെച്ചിട്ട് ഉണ്ടായ കാശുകൊണ്ട് വേണ്ട.
പണത്തിന് ആവശ്യമുണ്ടായിരുന്നെങ്കിൽ നേരെ ചോദിക്കണമായിരുന്നു. എത്ര വേണമെങ്കിലും ഞാൻ എടുത്തു കൊടുത്തേനെ, എത്ര ലക്ഷങ്ങൾ വേണമെങ്കിലും. അതിനു പകരമായി ഇരുട്ടിന്റെ മറവിൽ ആധാരം മോഷ്ടിച്ച് പണയം വെച്ച് അതുകൊണ്ടുണ്ടാക്കിയ കാശുകൊണ്ട് കല്യാണം എന്തായാലും നടത്തണ്ട. നേരായ കാര്യങ്ങൾക്ക് മാത്രമേ ഈ സത്യഭാമ കൂട്ടുനിൽക്കൂ, അല്ലാതെ ഒന്നും ഈ സത്യഭാമ പ്രോത്സാഹിപ്പിച്ച് കൊടുക്കില്ല. അന്നേരം വിഷ്ണു പറയുകയാണ്, അമ്മേ, ഞാൻ ഈ പണമൊന്ന് ശാലിനിക്ക് കൊടുത്തോട്ടെ, അത് കൊടുത്ത് നമ്മുടെ വീടിന്റെ ആധാരം തിരിച്ചെടുക്കാം. അന്നേരം സുസ്മിത പരിഹസിക്കുകയാണ്, അത് കൊള്ളാമല്ലോ, ആന്റിയുടെ പണം കൊടുത്ത് ആന്റിയുടെ വീടിന്റെ ആധാരം തിരിച്ചെടുക്കാമെന്ന്. മോഷ്ടിച്ചയാൾക്ക് 10ന്റെ മുടക്കമോ ശിക്ഷയോ ഇല്ല, അത് കൊള്ളാമെന്ന് പറഞ്ഞ് ശാലിനിയെ നോക്കുകയാണ് സുസ്മിത. അന്നേരം ദേഷ്യപ്പെട്ട് രാഘവൻ നായർ വീണ്ടും സുസ്മിതയെന്ന് വിളിക്കുമ്പോൾ ഇടയ്ക്ക് കയറി ഭാമ പറയുകയാണ്, അവൾ പറഞ്ഞത് തന്നെയാണ് ശരി. എന്നിട്ട് വിഷ്ണുവിനോട് ചോദിക്കുകയാണ്, എന്ത് അധികാരത്തിലാണ് നീ ഈ പണം അലമാരയിൽ നിന്നും എടുത്തുകൊണ്ടുവന്നത്? അത് കേട്ട് സങ്കടത്തോടെ അമ്മയെന്ന് വിളിക്കുമ്പോൾ ഭാമ പറയുകയാണ്, വഴിവിട്ട് ചിലവാക്കില്ല എന്ന വിശ്വാസത്തോടു കൂടിയാണ് സത്യഭാമയുടെ പണപ്പെട്ടിയുടെ താക്കോൽ നിന്നെ ഏൽപ്പിച്ചത്. ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ പണമാണിത്, എൻ്റെ ചോരയും വിയർപ്പും എന്നൊക്കെ ഭാമ പറയുമ്പോൾ സങ്കടത്തോടെ കണ്ണു നിറയുകയാണ് വിഷ്ണുവിൻ്റെ. ഇടറിയ സ്വരത്തിൽ വിഷ്ണു ചോദിക്കുകയാണ്, അപ്പോൾ എൻ്റെ അധ്വാനത്തിന് ഒരു വിലയും ഇല്ലേ? അന്നേരം ഭാമ പറയുകയാണ്, പണം സമ്പാദിക്കാനാണ് ബുദ്ധിമുട്ട്, അത് സംരക്ഷിക്കാൻ ആരെക്കൊണ്ടും പറ്റും. അമ്മയുടെ ആ മറുപടിയിൽ ഒന്നും അല്ലാതായി തീരുകയാണ് വിഷ്ണു. അന്നേരം വിഷ്ണുവിനെ കളിയാക്കി സുസ്മിത പറയുകയാണ്, ആൻറ്റി പറഞ്ഞത് മനസ്സിലായില്ലേ? ATMലെ സെക്യൂരിറ്റി അതിനുള്ളിലെ പണത്തിൻ്റെ മുതലാളി അല്ലാന്ന്. ദേഷ്യത്തോടെ വിഷ്ണു സുസ്മിതയെ നോക്കുമ്പോൾ വീണ്ടും സുസ്മിത പറയുകയാണ്, ചുരുക്കി പറഞ്ഞാൽ ഒരു കാവൽ നായ. അത് കേട്ട് രാഘവൻ നായർ സുസ്മിതയെന്ന് ഉറക്കെ വിളിക്കുകയാണ്. പക്ഷേ സുസ്മിത അങ്ങനെ വിഷ്ണുവിനെ പരിഹസിച്ചിട്ടും ഒന്നും പറയാതെ നിൽക്കുകയാണ് ഭാമ. സങ്കടത്തോടുകൂടി രാഘവൻ നായർ പറയുകയാണ്, മോനെ വിഷ്ണു, അച്ഛന് ആരോഗ്യമില്ലാതായിപ്പോയി, അധ്വാനിക്കാനുള്ള ശേഷിയുമില്ല. അത് കേട്ട് ഭാമ പറയുകയാണ്, രാഘവേട്ടൻ ക്ഷമിക്കണം, രാഘവേട്ടൻ്റെ പണം തന്നെയാണ് ഇത്, അത് വഴിവിട്ടു പോകാതെ ഞാൻ സംരക്ഷിക്കുന്നേ ഉള്ളൂ. സുസ്മിതയുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു കാവൽ നായയെന്ന് ഭാമ പറയുന്നു. മോഷ്ടാക്കൾക്കും പിടിച്ചുപറിക്കാർക്കുമൊന്നും കൊടുക്കാനുള്ളതല്ല ഈ അധ്വാനിച്ചുണ്ടാക്കിയ പണം. രാഘവേട്ടന് വേണ്ടി മാത്രമാണ് ഞാനിതൊക്കെ ചെയ്യുന്നത് എന്നൊക്കെ പറയുകയാണ് രാഘവൻ നായരോട് ഭാമ. അതിനുശേഷം വിഷ്ണുവിന് നേരെ കൈ നീട്ടി ഇങ്ങു താ പണം, ഇങ്ങു തരാനെന്ന് പറയുകയാണ് ഭാമ. അന്നേരം വിഷ്ണു ആ പണം തിരികെ ഭാമയുടെ കയ്യിൽ വെച്ചു കൊടുക്കുകയാണ്. അത് സങ്കടത്തോടുകൂടി മുറ്റത്തു നിന്നും നോക്കി നിൽക്കുകയാണ് ശാലിനി. അതും കൂടി ആയപ്പോൾ ആകെ തളർന്ന അവസ്ഥയിൽ നിൽക്കുകയാണ് വിഷ്ണു. എന്നാൽ അതേസമയവും ശാലിനിയുടെ മനസ്സിൽ വിജയലക്ഷ്മിക്ക് കൊടുത്ത വാക്ക് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. എല്ലാം കൂടി ആലോചിച്ച് ആകെ തളർന്ന് വിഷ്ണുവിൻ്റെ വണ്ടിയിൽ ചാരിയിരിക്കുകയാണ് ശാലിനി. അന്നേരം നന്നായി മഴ പെയ്യുകയാണ്. നനഞ്ഞു മുറ്റത്ത് തന്നെ നിൽക്കുന്ന ശാലിനിയെ കണ്ട് ഓടി ശാലിനിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് വിഷ്ണു. എന്നിട്ട് ശാലിനിയുടെ കൈ പിടിച്ച് പറയുകയാണ്, വാ ശാലിനി, മഴ നനയണ്ട, അകത്തേക്കിരിക്കാം. വിഷ്ണുവിൻ്റെ കൈ തട്ടി മാറ്റി ശാലിനി പറയുകയാണ്, വിലക്കുണ്ട് സത്യാമ്മയുടെ, ആധാരവുമില്ലാതെ ആ പടി ചവിട്ടരുതെന്നും പറഞ്ഞ്. ശാലിനി, ഞാനല്ലേ പറയുന്നത്, വാ എന്ന് പറഞ്ഞ് വീണ്ടും ശാലിനിയെ പിടിക്കുകയാണ് വിഷ്ണു. ശാലിനി പറയുകയാണ്, പനി പിടിച്ചോട്ടെ, വിറച്ച് വീണ് ഞാനിവിടെ അങ്ങ് ചത്തോട്ടെ, പക്ഷെ ശാലിനി ഇവിടെ നിന്ന് ഒരടി അനങ്ങില്ല. എൻ്റെ ശാരികേച്ചിയുടെ ജീവിതം തകർത്തിട്ട് എനിക്കിനി ജീവിക്കണ്ട. ശാലിനിയുടെ ഉറച്ച തീരുമാനം കേട്ട് അകത്തേക്ക് കയറി ഓടുകയാണ് വിഷ്ണു. അന്നേരം സുസ്മിത ഭാമയോട് പറയുകയാണ്, അവൾ സെൻറ്റിമെൻ്റൽ ട്രാക്കിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്, ഇതിൽ വീണാൽ പിന്നെ വീടിൻ്റെ ആധാരം പോക്കാണ്. അന്നേരം ഭാമ പറയുകയാണ്, അവൾ എന്തൊക്കെ കളിക്കുമെന്ന് ഞാനൊന്ന് കാണട്ടെ. അന്നേരം അകത്തു പോയ വിഷ്ണു ഒരു കുടയുമായി വന്ന് ശാലിനിക്ക് കുട പിടിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് വിഷ്ണു പറയുകയാണ്, ശാലിനി, ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. അന്നേരം കുട നോക്കിയിട്ട് കുട വലിച്ച് മുറ്റത്തേക്ക് എറിയുകയാണ് ശാലിനി. അന്നേരം ശാലിനി എന്ന് വിഷ്ണു വിളിക്കുമ്പോൾ ദേഷ്യപ്പെട്ട് ശാലിനി പറയുകയാണ്, മര്യാദയ്ക്ക് എൻ്റെ വീടിൻ്റെ ആധാരം എടുത്തതാ, അല്ലെങ്കിൽ എനിക്ക് പനിയല്ല മരണമാണ് വരാൻ പോകുന്നത്, അതും ഈ വീട്ടുമുറ്റത്ത് തന്നെ. അന്നേരം അകത്തു നിന്ന് സത്യഭാമ വിളിച്ചു പറയുന്നുണ്ട്, വിഷ്ണു, അഹങ്കാരത്തിന് കുട പിടിച്ചു കൊടുക്കരുത്, അകത്തേക്ക് കയറിപ്പോ. അന്നേരം മുറ്റത്തു നിന്ന് ഉച്ചത്തിൽ ശാലിനി വിളിച്ചു പറയുകയാണ്, അഹങ്കാരമല്ല, സത്യം എൻ്റെ പക്ഷത്താണ്. അതാരോടും ഞാൻ പറയും, ഞാൻ ഈ വീടിൻ്റെ ആധാരം മോഷ്ടിച്ചിട്ടില്ല. അന്നേരം സുസ്മിത പറയുകയാണ്, അത് പ്രകൃതി തന്നെ തെളിയിച്ച് തരുന്നുണ്ടല്ലോ നിന്റെ സത്യം, മഴ പെയ്യിച്ച്. അന്നേരം പ്രീതി സുസ്മിതയോട് പറയുകയാണ്, മോഷ്ടാവിനെ കുളിപ്പിക്കാനുള്ള മഴയല്ല ഇവിടെ പെയ്യുന്നത്, ഒരു പെണ്ണിൻ്റെ ഇടനെഞ്ച് കീറിയുള്ള വിലാപവും കണ്ണീരുമാണ് ഇവിടെ ഇപ്പോൾ മഴയായിട്ട് പെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ പാപത്തിൽ എനിക്ക് പങ്കില്ല എന്ന് പറഞ്ഞ് അകത്തേക്ക് കയറി പോവുകയാണ് പ്രീതി.
അതിനുശേഷം അലമാരയിൽ നിന്നും തൻ്റെ ആഭരണങ്ങൾ എടുക്കുകയാണ് പ്രീതി. തുടർന്ന് കാണിക്കുന്നത് കല്യാണപ്പന്തലിൽ രാജീവ് വിജയലക്ഷ്മിയോട് ചോദിക്കുകയാണ്, അമ്മേ, സ്വർണമാണോ ഇവിടെ നമുക്ക് പ്രധാനം? ഒരു പെൺകുട്ടിയുടെ ജീവിതമല്ലേ? അന്നേരം ദേഷ്യപ്പെട്ട് വിജയലക്ഷ്മി പറയുകയാണ്, സ്വർണവും പണവും ഒന്നുമല്ലടാ, ഇവിടെ അഭിമാനമാണ് വലുത്. ആ അഭിമാനത്തിന് മീതെയാണ് നാട്ടുകാർ നോക്കി നിൽക്കെ അയാൾ കൈവച്ചത്. അതുകൊണ്ട് സ്വർണമല്ല, കരിങ്കല്ല് കൊത്തിയുണ്ടാക്കിയ ആഭരണമാണെങ്കിലും ഈ സാഹചര്യത്തിൽ വിജയലക്ഷ്മി ഇതേ ചെയ്യൂ. നീ പറഞ്ഞതുപോലെ ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിന് വില കൊടുക്കുന്നത് കൊണ്ട് മാത്രമാണ് 1 മണിക്കൂർ കാക്കാൻ ഞാൻ തീരുമാനിച്ചത്. ഊരി വാങ്ങിച്ചവർ തന്നെ തിരികെ കൊണ്ടുവന്നിട്ടാൽ ചടങ്ങ് നടക്കുമെന്ന് ശാരദാമ്മയെ നോക്കി പറയുന്നു വിജയലക്ഷ്മി. ഇല്ലെങ്കിൽ എൻ്റെ മകൻ ഈ വിവാഹം കഴിക്കില്ല. അന്നേരം ദയനീയ അവസ്ഥയിൽ വിജയലക്ഷ്മിയെ നോക്കി സങ്കടപ്പെടുകയാണ് ശാരദാമ്മ. ശാരദാമ്മയെ ഇനി അരമണിക്കൂർ എന്ന് ഓർമ്മിപ്പിക്കുകയാണ് വിജയലക്ഷ്മി. അതേസമയം സത്യഭാമയുടെ വീട്ടിൽ മഴ തോരുകയാണ്. അന്നേരം പുറത്തേക്ക് ആഭരണപ്പെട്ടിയുമായി വരുന്ന പ്രീതിയെ കണ്ട് ഭാമ പറയുകയാണ്. പ്രീതി എന്ന് വിളിക്കുമ്പോൾ പ്രീതി പറയുകയാണ്, അമ്മ പേടിക്കണ്ട, അമ്മയുടെ അധ്വാനം കൊണ്ട് സമ്പാദിച്ചൊന്നുമല്ല ഇത്. എൻ്റെ ഭർത്താവ് കോടതിയിൽ വിയർപ്പൊഴുക്കി സമ്പാദിച്ചുണ്ടാക്കിയ പണത്തിന് എനിക്ക് വാങ്ങിച്ചു തന്നതാണ് ഇതൊക്കെ. എൻ്റെ ആവശ്യത്തിന് ഇത് ഉപയോഗിക്കാനുള്ള അധികാരം എനിക്കുണ്ട്. ഞങ്ങൾ തമ്മിലുള്ള ബന്ധത്തിന് കണക്ക് വച്ചിട്ടില്ല. പ്രീതിയുടെ ആ മറുപടിയിൽ സത്യഭാമയ്ക്ക് ഉത്തരമില്ലാതാകുന്നു. തുടർന്ന് പ്രീതി ആഭരണ പെട്ടിയുമായി ശാലിനിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. തുടർന്ന് വിഷ്ണുവിനോട് പ്രീതി പറയുകയാണ്, വാ വിഷ്ണുവേട്ട, ഈ സ്വർണ്ണാഭരണങ്ങൾ പോളച്ചന് കൊടുത്തിട്ട് ആധാരം തിരിച്ചെടുക്കാം. അന്നേരം അകത്തു നിന്നും രാഘവൻ നായർ വിളിക്കുകയാണ്, പ്രീതി ഒന്നിങ്ങ് വന്നേ. അതിനുശേഷം രാഘവൻ നായർ തൻ്റെ കഴുത്തിലെ മാല ഊരി പ്രീതിക്ക് കൊടുക്കുകയാണ്. എന്നിട്ട് ബ്രേസ്ലെറ്റ് ചൂണ്ടി പറയുകയാണ്, ഇതഴിച്ചേ. ഇനിയിപ്പോൾ രാഘവൻ നായർക്ക് ഈ വീൽ ചെയർ മാത്രമാണ് ഇവിടെ ഉള്ളത്. തികയാതെ വന്നാൽ ഈ ആഭരണങ്ങൾ ഉപകരിക്കുമെന്ന് പറഞ്ഞ് ബ്രേസ്ലെറ്റും മാലയും ഒക്കെ പ്രീതിക്ക് കൊടുക്കുകയാണ് രാഘവൻ നായർ. പ്രീതി ഇറങ്ങാൻ തുടങ്ങുമ്പോൾ ഇത് കുറെ കടന്നുപോയെന്ന് സുസ്മിത പറയുന്നു. അതിര് കിടക്കുന്നത് ആരാണെന്ന് എന്നെക്കൊണ്ട് പറയിക്കണ്ടെന്ന് ദേഷ്യത്തോടു കൂടി പറയുകയാണ് പ്രീതി. മുകളിലിരുന്ന ഒരാൾ ഇതെല്ലാം കാണുന്നുണ്ടെന്ന് ഓർമ്മയുണ്ടായാൽ നന്ന് എന്ന് സുസ്മിതയ്ക്ക് താക്കീത് നൽകി പോവുകയാണ് പ്രീതി. വാ പോകാമെന്ന് പ്രീതി വിഷ്ണുവിനോട് പറയുമ്പോൾ വിഷ്ണു പറയുകയാണ്, ശാലിനി, ഞങ്ങൾ ഈ ആഭരണങ്ങളൊക്കെ പോളച്ചന് കൊടുത്തിട്ട് ഈ വീടിൻ്റെ ആധാരവുമായി തിരികെ വരാം. അത് അമ്മയ്ക്ക് കൊടുത്തിട്ടേ ശാലിനി ഈ വീട്ടിൽ കയറി നിങ്ങളുടെ വീടിൻ്റെ ആധാരം തിരികെ എടുക്ക്. അത് പണയം വെച്ചാൽ 30 പവൻ കിട്ടുമല്ലോ. പിന്നെ കല്യാണം നമുക്ക് എങ്ങനെയെങ്കിലും നടത്താമെന്ന് വിഷ്ണു പറയുമ്പോൾ പ്രതീക്ഷയോടുകൂടി വിഷ്ണുവിനെ നോക്കുകയാണ് ശാലിനി. ഇത്രയുമാണ് നാളത്തെ എപ്പിസോഡ് വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.